പാലിന്റെ കവർ ഉപയോഗിച്ച ശേഷം സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മസേനയ്ക്കോ പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന മറ്റ് സംഘങ്ങൾക്കോ കൈമാറുന്നവരാണ് മലയാളികളിൽ ഏറെ. പാൽ കവർ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിക്കുന്നവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മിൽമ. പാൽ കവറുകൾക്കുള്ളിലെ വെള്ളത്തിന്റെ അംശത്തെപ്പറ്റി പലരും ചിന്തിക്കാറില്ല. പാൽ കവറുകൾ പ്രത്യേകം മാറ്റിയാൽ മാത്രം പോരാ, വെള്ളം കളഞ്ഞുവെന്ന് ഉറപ്പുവരുത്തണം. മിൽമയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ച വീഡിയോ ഉപയോഗശേഷം പാൽ കവറുകൾ ഹരിതകർമ്മസേനയ്ക്ക് എങ്ങനെ നൽകണമെന്ന് വ്യക്തമാക്കുകയാണ്. നനവോടെ പ്ലാസ്റ്റിക് കവറുകൾ കൂട്ടിവെച്ചാൽ ബാക്ടീരിയയും പ്രാണികളും ഇവയിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. പാലിന്റെ അംശം കവറിനുള്ളിലുണ്ടെങ്കിൽ അസഹനീയമായ ദുർഗന്ധവും ഉണ്ടാകും. ഇത് ഒഴിവാക്കാനായി ഉപയോഗശേഷം പാൽ കവർ മുഴുവനായി മുറിച്ച് കഴുകി വൃത്തിയാക്കാം. ശേഷം നനവ് മാറാൻ വെക്കാം. നനവ് പൂർണ്ണമായി മാറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പാല് കവർ ചാക്കിലോ ബക്കറ്റിലോ ആക്കി സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാം. പാൽ കവറിന് മാത്രമല്ല ഈ നനവില്ലാതാക്കൽ ബാധകമെന്നതും മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പാഠമാണ്. ഫുഡ് ഡെലിവറി ആപ്പുകൾ വഴി വാങ്ങുന്ന ഭക്ഷണം പ്ലാസ്റ്റിക് ബോക്സുകളിലാകും വീട്ടിലേക്ക് എത്തുക. ഈ ബോക്സുകൾ ചിലർ സൂക്ഷിച്ചു വെക്കുമ്പോൾ മറ്റു ചിലർ നനവ് മാറിയെന്ന് ഉറപ്പുവരുത്താതെയാകും പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ കൂട്ടത്തിലേക്ക് മാറ്റുക. ഇത് മാലിന്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ കൂടുതൽ പ്രയാസകരമാക്കും.